ഹലോ, ഞാൻ ഇന്നൊരു പേപ്പർ കപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. അത് അത്യാവശ്യം ഡിസൈൻ ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പിന്നെ ഇതേപോലൊരു കളർ പേപ്പർ വേണം. ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അതിലൊന്ന് ലൈൻസ് ഇട്ട് കൊടുക്കുക. ഞാനൊരു 1.5 സെൻറ്റിമീറ്റർ വിഡ്ത്ത് എടുത്തിട്ടാണ് ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് വേണ്ട, അത്രയും വീതി വേണ്ടാന്ന് തോന്നിയപ്പോൾ ഞാൻ രണ്ടാമത് മാറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. 1 സെൻറ്റിമീറ്റർ വിഡ്ത്ത് മതി. ഈ വീഡിയോയിൽ കാണുന്ന പോലെ അതൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്കിതൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഈ റോൾ ചെയ്തപ്പോഴത്തേക്കായിരുന്നു എനിക്ക് ആദ്യത്തെ പേപ്പറിന് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നത്. ഞാൻ രണ്ടാമത് ചെയ്തെടുത്തതാണ്. ഇങ്ങനെ റോൾ ചെയ്തിട്ടുണ്ട്. ആദ്യം ചെയ്തത് മിസ്റ്റേക്ക് ആയതുകൊണ്ട് തന്നെ ഞാനത് ആ ഒരു പേപ്പർ കപ്പിൽ വേസ്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ കൊണ്ടൊന്ന് നിവർത്തി കൊടുക്കുന്നുണ്ട്. പേപ്പർ കപ്പ് ചെറുതാണെങ്കിൽ നമ്മൾ ആ ഒരു വേസ്റ്റ് പേപ്പർ വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു ചെറിയ സ്ക്വയർ പീസ് എടുത്ത് വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക. മടക്കിയെടുത്തിട്ട് ഒരു ചെറിയ പെറ്റൽ ഷേപ്പ് പോലെ വരച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു അടിപൊളി കുട്ടി ഫ്ലവർ കിട്ടും. ഈസി ആയിട്ട് പേപ്പറിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ഫ്ലവർ നമുക്കിവിടെ ചെയ്തെടുക്കാം. സെൻറ്ററിൽ ഞാനൊരു പേപ്പർ പീസ് കൂടെ, ഒരു യെല്ലോ പേപ്പർ പീസ് കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് ഓരോന്നും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. വേറെ പല കളേഴ്സിലും ഞാൻ ഇതേപോലെ പേപ്പർ ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഈ ഒരു ലീഫ് പോലെയുള്ള ഇതിൽ മൊത്തത്തിൽ നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ആകെ മൊത്തം ഒട്ടിച്ചപ്പോൾ ഒരു അപാകത പോലെയുണ്ട്. കാരണം ഒരു ഫ്ലവേഴ്സിൻ്റെ വെയിറ്റ് കൊണ്ട് അത് കുറച്ചുകൂടെ ഒന്ന് ചാഞ്ഞു പോയ പോലെ ഒരു പാളിപ്പോയ ക്രാഫ്റ്റാണ്. എന്നാലും നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നത്? എന്നാലും പൂക്കളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.